കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ നിർണായക തെളിവ് കിട്ടിയെന്ന സൂചന. കാഫിർ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചയാളെ കുറിച്ച് അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചതായാണ് സൂചന. വടകര സ്ക്വാഡ് വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ അഡ്മിൻമാരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് നിർണായക വിവരങ്ങൾ കിട്ടിയത്. മുഹമ്മദ് അസ്ലം ചേതന്റെ വിശദാംശങ്ങൾ നൽകാനായി. അസ്ലം, നിർണായകമായ തെളിവുകൾ കിട്ടിയെന്നുള്ള വ്യക്തമായ സൂചന അന്വേഷണ സംഘത്തിനുണ്ടോ? എങ്ങനെയാണ് ഈ ഒരു തുമ്പിലേക്ക് എത്തിയത്? കാഫിർ സ്ക്രീൻഷോട്ട് ആര് നിർമ്മിച്ചു എന്ന നിർണായകമായ ഒരു വിവരത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം എത്തിയെന്നാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്ന സൂചന. കാഫിർ സ്ക്രീൻഷോട്ട് ആദ്യമായി വന്നതായി പോലീസ് കരുതുന്ന വടകര സ്ക്വാഡ് ഗ്രൂപ്പിലെ അഡ്മിന്മാരെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു. 5 പേരെ ചോദ്യം ചെയ്തതിൽ നിന്ന് കിട്ടുന്ന ആ വിവരങ്ങൾ ക്രോഡീകരിച്ച് അതിൽ നിന്നുള്ള സൂചനകളിലൂടെ മറ്റ് അന്വേഷണം മുന്നോട്ട് പോയപ്പോഴാണ് ആരാണ് ഈ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത് എന്ന ഘട്ടത്തിലേക്ക് എത്തിയെന്നാണ് ലഭിക്കുന്ന സൂചന. SIT സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ആരാണ് എന്താണെന്ന കാര്യത്തിൽ വിവരങ്ങൾ പുറത്തുവിട്ടില്ല. അതേസമയം അത് സംബന്ധിച്ചുള്ള തെളിവ് ശേഖരിക്കാനും അനുബന്ധ തെളിവുകൾ കൂടി ശേഖരിക്കാനുള്ള 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വടകരയിലെ വർഗീയത നിറഞ്ഞാടിയ CPM-ന്റെ നെറുകേടിന്റെ അങ്ങേയറ്റം ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന വടകരയിലെ UDF സ്ഥാനാർത്ഥി വടകരയുടെ മണ്ണിൽ വന്നിറങ്ങിയത് മുതൽ KK ശൈലജ എന്ന ഫ്രോഡ് പരാജയം മണത്തതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ വർഗീയ ധ്രുവീകരണത്തിനുള്ള ശ്രമമായിരുന്നു വടകരയിൽ നമ്മൾ കണ്ടത്. ഇപ്പോൾ തെളിവുകൾ കണ്ടെത്താൻ കഴിയുന്നില്ല. അന്വേഷണം വഴിമുട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം അവസാനിപ്പിക്കുന്നു എന്ന് കസേരയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് പിണറായി വിജയൻ തീരുമാനിച്ച് ഉത്തരവിറക്കിയ അതേ കേസ് UDF സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഓപ്പൺ ചെയ്ത് ഇൻവെസ്റ്റിഗേഷൻ നടത്തി വെറും ദിവസങ്ങൾക്കുള്ളിൽ റിബേഷ് രാമകൃഷ്ണനിൽ നിന്ന് ജിതിൻ ഭാസ്കറിലേക്ക്, അവിടെ നിന്ന് വടകര സ്ക്വാഡ് എന്ന് പറയുന്ന വടകര പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ വാട്സപ്പ് ഗ്രൂപ്പ്, വടകര, കുറ്റ്യാടി, നാദാപുരം, പേരാമ്പ്ര, കൊയിലാണ്ടി, തലശ്ശേരി, കൂത്തുപറമ്പ് ഇത്രയും മണ്ഡലങ്ങളിലെ സഖാക്കന്മാരായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള പ്രചരണത്തിൻ്റെ ചുമതലയുള്ള ആളുകളെ മാത്രം ഉൾക്കൊണ്ടിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് വാട്സപ്പ് ഗ്രൂപ്പ്, അതാണ് വടകര സ്ക്വാഡ്. ആ വടകര സ്ക്വാഡ് എന്ന ഗ്രൂപ്പിൽ ഇത് എങ്ങനെ വന്നു, ആരുണ്ടാക്കി, മാത്രവുമല്ല ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഈ പ്രാസമൊപ്പിച്ചുള്ള വാക്കുകൾ, അല്ലേ, പ്രാസമൊപ്പിച്ചുള്ള വാക്കുകൾ, ഞാൻ അതിൽ ഉപയോഗിച്ച വാക്കുകളെ കുറിച്ചൊന്നും പറയുന്നില്ല, അതിൽ ആ വാക്കുകൾ എന്താണെന്ന് ഞാൻ പറയുന്നില്ല, അതിൽ ചില വാക്കുകൾ പ്രാസമൊപ്പിച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ട് റിബേഷ് രാമകൃഷ്ണൻ്റെയും ജിതിൻ ഭാസ്കറിൻ്റെയും ഒക്കെ മനസ്സിൽ നിന്ന് സ്വമേധയാ പൊട്ടി പുറപ്പെടാത്ത രീതിയിലുള്ള വാക്കുകൾ, ആ വാക്കുകൾ ആര് പറഞ്ഞു കൊടുത്തു? ഇതിനെക്കുറിച്ചടക്കം കൃത്യമായ തെളിവുകളടക്കം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പുറത്തേക്ക് വരുന്ന ഔദ്യോഗികമായ ചില റിപ്പോർട്ടുകൾ, സൂചന എന്നൊന്നല്ല ഞാൻ പറയുന്നത്, ചില വിവരങ്ങൾക്ക് അടിസ്ഥാനമാക്കിയിട്ട് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിൽ തോറ്റ് തുന്നം പാറി ഒരു ഗതിയും പരഗതിയുമില്ലാതെ ചായപ്പീടികയിൽ ഇരിക്കേണ്ടി വന്നവനാണ് ഈ വാക്കുകൾ പറഞ്ഞു കൊടുത്തത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മനസ്സിലായില്ലേ? കസേര എല്ലാം നഷ്ടപ്പെട്ടു. ഒരു കസേര ഉണ്ടായിരുന്നത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിൻ്റെ പേരിൽ രാജിവെച്ചു. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചപ്പോൾ മറ്റൊരു കസേര കിട്ടിയപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ഒരു കസേര രാജിവെച്ചു. പിന്നെ ഉണ്ടായിരുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിൻ്റെ കസേരയാ. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ചതുമില്ല, 8 നിലയിൽ പൊട്ടി. പിന്നെ കസേര ഉണ്ടായിരുന്നത് ചായപ്പീടികയിലെ കസേരയായിരുന്നു. ആ ചായപ്പീടികയിലെ കസേര വല്ലാണ്ട് അങ്ങോട്ട് ദഹിക്കുന്നില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിന് മെഞ്ഞാന്ന് പോയിട്ട് ഒരാൾ ഒരു മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വ്യക്തിയാണ് ഈ പറയുന്ന വാക്കുകൾ, പ്രാസമൊപ്പിച്ചുള്ള വാക്കുകൾ എന്ന് പറഞ്ഞാൽ അത് മലയാളം വാക്കുകളല്ല. മനസ്സിലായില്ലേ? മലയാളം വാക്കുകളല്ല, അറബിക് വാക്കുകൾ. ഇതിൽ ഉപയോഗിച്ച കാഫിർ സ്ക്രീൻഷോട്ടിൽ ഉപയോഗിച്ച അറബിക് വാക്കുകൾ, അത് കാഫിർ സ്ക്രീൻഷോട്ടിൽ മാത്രമല്ല 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പേരാമ്പ്രയിൽ ഫാത്തിമ തഹ്ലിയക്കെതിരെ ഉപയോഗിച്ച വർഗീയതയുടെ ആ കാർഡിലും ഈ പറയുന്ന വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വാക്കുകളുടെയൊക്കെ ഉത്ഭവം എന്ന് പറയുന്നത് ഈ 2 ദിവസം മുമ്പ് മെമ്പർഷിപ്പ് എടുത്ത വ്യക്തിയാണ്
എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃത്യമായിട്ട് നിങ്ങളൊന്ന് ആലോചിക്കണം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ട് അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് 2026 ഏപ്രിൽ വരെ അന്വേഷിച്ചിട്ട് കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് കേസ് അവസാനിപ്പിച്ച പിണറായി വിജയൻ, അത് കഴിഞ്ഞ് 2026 മെയ് 18 അധികാരത്തിലേറിയ യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നടത്തിയ റീഓപ്പണിങ്ങും അന്വേഷണവും ഇന്ന് അതായത് 2026 ജൂൺ 14 ആകുമ്പോഴേക്കും റിബേഷ് രാമകൃഷ്ണനിൽ നിന്ന് സംഭവം, റിബേഷിൽ നിന്ന് ജിതിൻ ഭാസ്കരനിലേക്ക്, ജിതിൻ ഭാസ്കരനിൽ നിന്ന് വടകര സ്ക്വാഡിലേക്ക് എത്തിയിരിക്കുക. അവിടെ നിന്ന് ആ വടകര സ്ക്വാഡ് എന്ന് പറയുന്ന സഖാക്കളുടെ ഈ മുന്തിയ ക്രിമികീടങ്ങൾ, ആ സ്ക്വാഡിൽ മുന്തിയ ക്രിമികീടങ്ങളാണ്, അല്ലാണ്ട് വടകര പാർലമെന്റ് മണ്ഡലത്തിലുണ്ടായ എല്ലാ സഖാക്കളും ഇല്ല. ഈ മുന്തിയ ക്രിമികീടങ്ങൾ മാത്രമുള്ള ആ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് എവിടെ നിന്ന് വന്നു, ഉണ്ടാക്കിയ വ്യക്തി, വാക്കുകൾ പറഞ്ഞു കൊടുത്ത വ്യക്തി ഒക്കെ കിട്ടിയിട്ടുണ്ട് വളരെ കൃത്യമായിട്ട്. ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഈ വടകര സ്ക്വാഡിൻ്റെ ഈ പറയുന്ന റിബേഷ് രാമകൃഷ്ണൻ, ജിതിൻ ഭാസ്കരൻ തുടങ്ങിയ ആളുകളെ ചോദ്യം ചെയ്യാൻ SIT വിളിപ്പിച്ചപ്പോൾ ഈ കോഴിക്കോട് ജില്ലയിലെ DYFIയുടെ ജില്ലാ കമ്മിറ്റി ഒരു പത്രസമ്മേളനം നടത്തി. ഞങ്ങൾ സമരം ചെയ്യും. എന്തിനാ സമരം ചെയ്യുന്നത്? ഈ ക്രിമികീടങ്ങള് ജനങ്ങളെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടി വർഗീയത പറഞ്ഞിട്ട് അത് അന്വേഷിച്ച് കണ്ടുപിടിക്കുമെന്നാകുമ്പോൾ സമരം ചെയ്യുമത്രേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ സമരം ചെയ്യേണ്ടി വരും. അത് ഇതിൻ്റെ പേരിലായിരിക്കില്ല, മറിച്ച് നിങ്ങളുടെ രാജാവ് പിണറായി വിജയനെ എക്സാലോജി കേസിൽ മകളെയും തന്തയെയും മരുമകനെയും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തൂക്കിയെടുത്ത് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ സമരം ചെയ്യേണ്ടി വരും. എന്നിട്ട് നിങ്ങൾ ഇഷ്ടിക വെച്ചിട്ട് ആ അന്വേഷണ ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ ചെല്ലുമ്പോൾ അതിൻ്റെ പേരിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിട്ട് എല്ലെണ്ണത്തിനെയും പിടിച്ചകത്തിടും. മനസ്സിലായില്ലേ? ഇപ്പോൾ കുറച്ചെണ്ണം കിടക്കുന്നുണ്ടല്ലോ അകത്ത്, അല്ലേ? ഇന്നലെ ഏറ്റവും ഒടുവിലത്തെ അടപെട് ഇറക്കിയിട്ടുണ്ട്. ഏത്? ഈ ഇഷ്ടിക കൊണ്ടടിച്ച കേസിൽ IP ബിനു എന്ന് പറയുന്ന ഇവരുടെ ഒരു മുന്തിയ ക്രിമികേടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയൊക്കെ ചെയ്ത വ്യക്തിയാണ്. ആ IP ബിനുവിന് വല്ലാത്ത വയറ്റുനോക്കാണ്. അതുകൊണ്ട് ആശുപത്രിയിൽ കാണിക്കണം. റിമാൻഡിലാണുള്ളത്, ജയിലിലാണുള്ളത്. അപ്പോൾ ജയിലിൽ കിടത്തിയാൽ പറ്റൂല, വയറ്റുനോക്ക് വല്ലാതെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് ആശുപത്രിയിൽ കാണിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ EDയുടെ ഉദ്യോഗസ്ഥരെന്താ പറഞ്ഞതെന്നറിയോ? ഈ വാഴത്തണ്ട് ഉണ്ടാവുമല്ലോ, വാഴത്തണ്ട്, അത് നന്നായിട്ട് ചെത്തി മിനുക്കിയിട്ട് ഒരറ്റം കൂർപ്പിച്ചിട്ട് അടിച്ചങ്ങോട്ട് കയറ്റാൻ നമ്മൾ പെട്ടെന്ന് നമ്മളെ വീട്ടിലെ പൈപ്പൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒരു മരക്കമ്പെടുത്ത് ഒരു ഭാഗം ഇങ്ങനെ ചെത്തി കൂർപ്പിച്ചിട്ട് അടിച്ചങ്ങോട്ട് കയറ്റി വെക്കും താൽക്കാലികമായിട്ട്. അപ്പോൾ അതുപോലെ ഒരു വാഴത്തണ്ട് എടുത്തിട്ട് ചെത്തി കൂർപ്പിച്ചിട്ട് അടിച്ചങ്ങോട്ട് കയറ്റി വെക്കാനാണ് പറഞ്ഞത്. വയറ്റുനോക്ക് തൽക്കാലമായിട്ട് നിന്നോളും എന്നുള്ളതാണ് ED ഉദ്യോഗസ്ഥരുടെ വാദം. ആശുപത്രിയിലൊന്നും കൊണ്ടേയാക്കാൻ പറ്റൂല എന്നാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? നല്ല 8 നിലയിൽ പെട്ടിരിക്കുകയാണ് സഖാക്കൾ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, വിഷയം മാറിപ്പോകുന്നുണ്ട്. എല്ലാം ഈ ക്രിമികീടങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് എല്ലാം ഒന്നും പറയാതെ അങ്ങോട്ട് പോകാൻ പറ്റൂല. അപ്പോൾ എന്താണെങ്കിലും ഈ പറയുന്ന കാഫിർ സ്ക്രീൻഷോട്ട് ഇത് നിങ്ങൾ കേരളം കരുതുന്നത് പോലെയല്ല. നിങ്ങൾക്ക് വടകരയെക്കുറിച്ച്, നാദാപുരത്തിനെക്കുറിച്ച്, കുറ്റ്യാടിയെക്കുറിച്ച്, പേരാമ്പ്രയെക്കുറിച്ച്, ഞാൻ ഈ പറയുന്ന ഓരോ അസംബ്ലി മണ്ഡലങ്ങളുടെ പേരാ. ഇതിൻ്റെ ഉള്ളിലൊക്കെയുള്ള സ്ഥലങ്ങളുണ്ട്. കടിയങ്ങാടും വില്യാപ്പള്ളിയും വേളവും തുടങ്ങിയ ആ പരിസര പ്രദേശങ്ങളിൽ അത്രയും സഖാക്കൾ കഴിഞ്ഞ കാലം മുതൽ ഈ സമയം വരെ വർഗീയതയുടെ പര്യായമായിരുന്നു സഖാക്കൾ. അത് നാദാപുരത്തിൻ്റെ ചരിത്രമാവട്ടെ, കുറ്റ്യാടിയുടെ ചരിത്രമാവട്ടെ, വടകരയുടെ ചരിത്രമാവട്ടെ, കഴിഞ്ഞ കാലങ്ങളിലെ CPMൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാ കാലഘട്ടത്തിലും വർഗീയതയുടെ പേരിൽ അവിടെ കലാപങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് സഖാക്കൾ മാത്രമാണത് ഉണ്ടാക്കിയിട്ടുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ പറയുന്ന കാഫിർ സ്ക്രീൻഷോട്ടും ഇനിയിപ്പോൾ അത് കഴിഞ്ഞാൽ അടുത്ത അന്വേഷണം വേണ്ടത്
ഈ പറയുന്ന പേരാമ്പ്രയിൽ നടന്ന വർഗീയ ധ്രുവീകരണങ്ങൾക്കെതിരെയാണ്. പൂട്ടണം, എല്ലാ എണ്ണത്തിനെയും പൂട്ടണം. വാക്കുകൾ പറഞ്ഞു കൊടുത്തവനടക്കം പൂട്ടണം. മനസ്സിലായില്ലേ? ഇത്തരം വാക്കുകളൊന്നും റിബേഷ് രാമകൃഷ്ണന്റെ തലയിൽ നിന്ന് വരില്ല, ജിതിൻ ഭാസ്കരൻ്റെതും വരില്ല. ഇതൊക്കെ കൃത്യമായിട്ട് പ്രാസമൊപ്പിച്ച് വാക്കുകൾ പറഞ്ഞു കൊടുത്ത വ്യക്തി അത് ഇപ്പുറത്തിരിപ്പുണ്ട്, ഒന്നും അറിയാത്തവനെ പോലെ. മനസ്സിലായില്ലേ? അടുത്ത തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടിട്ട് തന്നെ ഒരു സീറ്റിൽ തന്നെ പരിഗണിക്കണം എന്നുള്ള വാശിയോടുകൂടി ഇനി ചാരി നിന്നാ പറ്റൂല, ഇനി അകത്ത് കയറിയിട്ട് ഉള്ളിൽ നിൽക്കണം എന്നുള്ള ബോധ്യത്തിൽ മെമ്പർഷിപ്പ് എടുത്തവൻ. മെമ്പർഷിപ്പ് എടുക്കാൻ പോയപ്പോൾ മൂപ്പരെന്താക്കി, എനിക്ക് വലിയ കോമഡി ആയിട്ട് തോന്നുന്നത് ഈ ചങ്ങായി വലിയ സംഭവമാണെന്നൊക്കെ പറയണത്. ആര്? ഈ മെമ്പർഷിപ്പ് എടുത്തോന്. ഇപ്പോൾ മെഞ്ഞാന്ന് മെമ്പർഷിപ്പ് എടുത്തൊരു ചങ്ങായി ഉണ്ടല്ലോ, ഓന് വലിയ സംഭവം എന്നൊക്കെ പറയണത്. ഈ മെമ്പർഷിപ്പ് എടുത്തിട്ട് വാർത്താ സമ്മേളനം നടത്താൻ വന്നപ്പോൾ മെമ്പർഷിപ്പ് എടുക്കണമെന്ന് ഐഡിയ പറഞ്ഞു കൊടുത്ത ആളുണ്ടല്ലോ, ആര്? സ്വന്തം ഭാര്യ. ആ ഭാര്യയും കൂട്ടിയിട്ടാണ് വന്നത് വാർത്താ സമ്മേളനം നടത്താൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, പിണറായി വിജയൻ എന്തെങ്കിലും കമലയിടത്തിയെ കൂട്ടിയിട്ട് വാർത്താ സമ്മേളനം നടത്താൻ വന്നിട്ടുണ്ടോ? പിണറായി വിജയന് ഇപ്പൊ എന്തിനു കമലയിടത്തി? ഇപ്പൊ മെഞ്ഞാന്ന് റെയ്ഡ് നടന്നല്ലോ, അന്വേഷണം മകൾക്കെതിരെയാണല്ലോ. എന്നിട്ട് റെയ്ഡ് കഴിഞ്ഞപ്പോൾ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ഈ പറയുന്ന മകളെ കൂട്ടി വന്നോ വാർത്താ സമ്മേളനം നടത്താൻ? ഇല്ലല്ലോ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ നോക്കൂ നിങ്ങൾ, കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിക്കെതിരെ ED അന്വേഷണം ഉണ്ടായി. അന്ന് ED അന്വേഷണം ഉണ്ടായപ്പോ കോടിയേരി സ്വന്തം ഭാര്യയെ കൂട്ടിയിട്ടാണോ വാർത്താ സമ്മേളനം നടത്താൻ വന്നേ? ഇവൻ മെമ്പർഷിപ്പ് എടുത്തപ്പോ പാത്തുമ്മക്കുട്ടിനെയും കൂട്ടിയിട്ടാണ് മെമ്പർഷിപ്പ് എടുത്തപ്പോ എന്താക്കാൻ വന്നത്? വാർത്താ സമ്മേളനം നടത്താൻ വന്നത്. എന്തൊരു ഈ പരിതാപകരമായ സിറ്റുവേഷൻ ആണെന്ന് നോക്കിയേ. എന്താണെങ്കിലും വാക്കുകൾ, കാഫിർ സ്ക്രീൻഷോട്ടിൽ ഉപയോഗിച്ച വാക്കുകൾ, ആ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് റിബേഷ് രാമകൃഷ്ണനും ജിതിൻ ഭാസ്കരനും ഇവർ രണ്ടുപേരും ആരാണിത് ഉണ്ടാക്കിയത് എന്നുള്ളത് കാര്യത്തിൽ ഇപ്പോഴും അന്വേഷണ ഉദ്യോഗസ്ഥർ പുറത്ത് പറഞ്ഞിട്ടില്ല കേട്ടോ. എന്താണെങ്കിലും ഈ വടകര സ്ക്വാഡിലെ ഉള്ള ഒരു വ്യക്തിയാണ് ഇത് ഉണ്ടാക്കിയത്. ആ വ്യക്തിക്ക് ഈ വാക്കുകൾ പറഞ്ഞു കൊടുത്തത് കൃത്യമായിട്ട് ഈ വാക്കുകളെ കുറിച്ചൊക്കെ നല്ല ബോധ്യമുള്ള വ്യക്തിയാണ്. അതാണ് ഈ പറഞ്ഞ ചങ്ങാതി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? എന്താണെങ്കിലും പൂട്ടാൻ തീരുമാനിച്ചിറങ്ങിയത് കണ്ടെത്തണമെന്ന് ഇതിപ്പോൾ പിണറായി വിജയനും പിണറായി വിജയന്റെ പോലീസും കണ്ടെത്താതിരുന്നതല്ല. പിണറായി വിജയന്റെ പോലീസ് ഇത് കണ്ടെത്തിയതാ. അത് കണ്ടെത്തി അത് ഇന്നാള് ഈ ഏറ്റവും ഒടുവിലത്തെ വ്യക്തിയിലേക്ക് എത്തുമെന്നുള്ളതായപ്പോൾ അവസാനിപ്പിച്ചു അവിടെ. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് 2 കൊല്ലം അന്വേഷിച്ചിട്ട് കണ്ടെത്താൻ കഴിഞ്ഞില്ല, അന്വേഷണം വഴിമുട്ടി എന്ന് പറഞ്ഞെടുത്ത് 2 ആഴ്ച കൊണ്ട് ഇതിൻ്റെ അടിവേറക്കം മാന്തിയിട്ടുണ്ടെങ്കിൽ അപ്പം അത് കണ്ടെത്താൻ കഴിയാണ്ടല്ല. പോലീസുകാർ മോശക്കാരായിട്ടൊന്നല്ല, പോലീസുകാർക്ക് കണ്ടെത്താൻ നന്നായിട്ട് കഴിയും. പക്ഷേ ഈ പറയുന്ന ആളുകൾ അവിടെ കൃത്യമായ ആളിലേക്ക് എത്തി എന്ന് കണ്ടപ്പോൾ അന്വേഷണം അവിടെ അവസാനിപ്പിച്ചതാണ്. മനസ്സിലായില്ലേ? വടകരയിൽ ഷാഫി വന്നിറങ്ങിയത് മുതൽ നിങ്ങളൊന്ന് ആലോചിക്കണോ? ഈ മരുമോനുണ്ടല്ലോ, മരുമോന് അത് വലിയ കോമഡിയാ. പിണറായി വിജയന് മകളെ ആദ്യ വിവാഹം എന്തായി, ബന്ധം വേർപിരിഞ്ഞു. അങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് ഇപ്പം മകൾക്കൊരു കൂട്ട് വേണമല്ലോ. അങ്ങനെയാണ് ഈ കൃമികീടത്തെ പിടിച്ചിട്ട് ഭർത്താവാക്കിയത്. അപ്പോൾ കൃമികീടത്തെ പിടിച്ച് ഭർത്താവാക്കി വെക്കുമ്പോൾ ആ സ്റ്റാറ്റസ് അങ്ങോട്ട് ഒക്കുന്നില്ല. ഏത് സ്റ്റാറ്റസ്? ആ സ്റ്റാറ്റസ് അങ്ങോട്ട് ഒക്കുന്നില്ല. കാരണം മകളെന്ന് പറയുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകളാണ്. എന്നാലോ മരുമോനോ സംഭവം കൃമികീടൊക്കെ ആണെങ്കിലും പക്ഷെ മകൾക്ക് ഒരു സ്റ്റാറ്റസിന് പോരാ എന്നുള്ള തോന്നല്. അങ്ങനെയാണ് എന്താക്കുന്നത്, ഒരു വേറെ എല്ലാ ഈ പറയുന്ന ഒരുപാട് സീനിയർ ആയിട്ടുള്ള ആളുകളൊക്കെ MLA ആയി നിൽക്കുമ്പോഴും ആ സ്റ്റാറ്റസ് ഒപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മരുമോനെ പിടിച്ച് മന്ത്രിയാക്കിയത്. ഈ മരുമോന് വടകരയിൽ വന്നിട്ട് പ്രസംഗിക്കുക എന്ത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന UDF-കാരോടാ പറയുന്നത്, നിങ്ങൾക്ക് കിട്ടാവുന്ന
കേരളത്തിൽ അല്ല ഇന്ത്യയിലെ ഏറ്റവും മുന്തിയ സ്ഥാനാർത്ഥി അത് രാഹുൽ ഗാന്ധിയാണല്ലോ. ആ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നുണ്ടല്ലോ. ആ രാഹുൽ ഗാന്ധി വടകരയിൽ വന്ന് മത്സരിച്ചാലും ഞങ്ങളുടെ ശൈലജയെ തോൽപ്പിക്കാൻ, ഏത് ശൈലജ? ശൈലജ, ആ ശൈലജയെ തോൽപ്പിക്കാൻ സാധിക്കില്ല. എന്തിനടോ രാഹുൽ ഗാന്ധി? എന്തിന് രാഹുൽ ഗാന്ധി? ശരിക്കും ഷാഫി പറമ്പിൽ ശരിക്കും കടപ്പെട്ടിരിക്കുന്നത് ഈ സഖാക്കളോടാ. കാരണം വെറും പാലക്കാട്ടെ ഒരു MLA മാത്രമായിരുന്ന ഒരു വലിയ ഒരു എന്താ പറയേണ്ടത്, ഒരു അത്ര വലിയ സ്റ്റാർഡം ഒന്നും ഇല്ലാതിരുന്ന, ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒന്നും ഇല്ലാതിരുന്ന ഷാഫിയെ ഇவ்விധം കേരളത്തിലെ നമ്പർ 1 പൊളിറ്റീഷ്യനിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് സഖാക്കളാ. ആ ശൈലജയെ തോൽപ്പിക്കാൻ രാഹുൽ ഗാന്ധി വിചാരിച്ചാലും നടക്കൂല. ആര്? മരുമോന്. ഏതാ മന്ത്രി കസേര കിട്ടിയതിന്റെ ഊക്കിൽ അങ്ങോട്ട് തള്ളിയതാ. പക്ഷേ അവിടെ രാഹുൽ ഗാന്ധി വേണോ? സാക്ഷാൽ ഷാഫി പറമ്പിൽ തന്നെ ധാരാളമായിരുന്നു. 1,15,507 വോട്ടിനാണ് ഈ ശൈലജ അടിച്ച് മൂലക്കിരുത്തിയത്. മനസ്സിലായില്ലേ? അപ്പോ ഷാഫി വന്നപ്പോഴേ ഇവർക്ക് അറിയായിരുന്നു, ഈ വീരവാദങ്ങളൊക്കെ നടത്തുമ്പോഴും ഈ സഖാക്കൊക്കെ അറിയായിരുന്നു എന്ത് പൊട്ടാൻ പോവുകയാണ്, ഷാഫിയാണ് 8 നിലയിൽ പൊട്ടും. അങ്ങനെ അവസാനത്തെ അടവാണ് ഈ കാഫിർ സ്ക്രീൻഷോട്ട്. എന്താണെങ്കിലും അടിവേറടക്കം മാന്തിയിരിക്കുകയാണ് SIT എന്ന് പറയുന്നത്. കൃത്യമായിട്ട് ഉണ്ടാക്കിയവനെയും സ്ക്രിപ്റ്റ് പറഞ്ഞു കൊടുത്തവനെയും വാക്കുകൾ പറഞ്ഞു കൊടുത്തവനെയും പ്രാസം ഒപ്പിച്ചു കൊടുത്തവനെയും ഒക്കെ പൂട്ടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.